ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2 അനാർ വെച്ചിട്ടുള്ള 2 ജ്യൂസാണ് ഇവിടെ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ 4-5 അനാർ നമ്മളിവിടെ 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. നോർമലി മീഡിയം സൈസിലുള്ള അനാറാണ്. അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇത് മാത്രം എടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊരു ജാർ എടുക്കാം, മിക്സിൻ്റെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ അനാർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം നമ്മുടെ അനാർ. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ 2 ടൈപ്പ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് അനാർ നമ്മുടെ മിക്സിയിൽ ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് അനാർ ജ്യൂസ് കുടിക്കുന്നതാണെങ്കിൽ നമ്മുടെ ബ്ലഡ് കൂടാനും അതിനുള്ള ആവശ്യത്തിനൊക്കെ വളരെ നല്ലതാണ് നമുക്ക് അനാർ ജ്യൂസ്. അപ്പം മൊത്തത്തിൽ ഒന്നാമത് നല്ല ചൂടാണ്, നോമ്പൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറാനും നല്ല ഈ ചൂടത്തൊക്കെ നമുക്ക് നല്ല ഉന്മേഷമൊക്കെ കിട്ടാൻ വേണ്ടി അനാർ ജ്യൂസ് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഷുഗർ കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഷുഗർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തേന് യൂസ് ചെയ്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനെ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ആദ്യം അരച്ചിട്ട് പിന്നെ നമുക്ക് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അത് നമ്മുടെ കുരുവൊന്നും വേണ്ട കേട്ടോ. കുരു നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. നമ്മൾ സ്പൂൺ വെച്ചിട്ടോ കൈ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ നമുക്ക് വെള്ളവും കുരുവൊക്കെ വേറെ വേറെ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ആദ്യത്തെ ജ്യൂസ് നമ്മുടെ പാല് ചേർക്കാത്തുള്ള ജ്യൂസാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജ്യൂസ് പാലൊഴിക്കാത്തുള്ളൊരു ജ്യൂസ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതുപോലെ തന്നെ കുടിക്കാം കേട്ടോ, വളരെ ടേസ്റ്റാണ്. അതല്ല പാല് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പാലോട് കൂടിയിട്ടുള്ള ജ്യൂസ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് പാൽ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ ജ്യൂസ് സെയിം ജ്യൂസ് നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് വീണ്ടും 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുക. ഐസ് ക്യൂബ് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് നല്ല തണുപ്പ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഐസ് ക്യൂബ്സ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ പാല് കൂട്ടുന്ന സമയത്ത് നമുക്ക് അതിന് ഷുഗറൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം ഷുഗർ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. ഓൾറെഡി അതിൽ ഷുഗർ ഉണ്ട്, അതുകൊണ്ടാണ് 2 സ്പൂൺ ഇട്ടിട്ടുള്ളത്. ഇനി അതിന് നമുക്കിനി അരിക്കാനൊന്നുമില്ല, നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലോട് കൂട്ടിയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് 2 ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പാല് ചേർക്കാതെയും ഒന്ന് പാല് ചേർത്തിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ജ്യൂസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അനാർ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചോരൊക്കെ കൂടാൻ വേണ്ടിയിട്ടും നമുക്ക് ഉന്മേഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് അനാർ ജ്യൂസ് വളരെ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് ആയിരിക്കാം. നെക്സ്റ്റ് വീഡിയോ സ്റ്റേ ട്യൂൺ വിത്ത് F3 Fahim.